CPM-നെ BJP-യും വെല്ലുവിളിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. രാഹുൽ വിഷയത്തിൽ ഇനിയും കളിച്ചാൽ CPM-ന്റെ പലതും പുറത്തുവരുമെന്നും കേരളം ഞെട്ടുന്ന ഒരു വാർത്ത വരാനുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഭീഷണിപ്പെടുത്തുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഭീഷണിയല്ലേ എന്ന് ചോദിച്ചാലാണ്. ഈ കാര്യത്തിൽ CPM-കാർ അധികം കളിക്കരുത്. വരാനുണ്ട്. കേരളം ഞെട്ടിപ്പോകും. വലിയ താമസമൊന്നും വേണ്ട. ഞാൻ പറയുന്നതൊന്നും വൈകിക്കാറില്ലല്ലോ. തെരഞ്ഞെടുപ്പിനൊക്കെ സമയമുണ്ടല്ലോ എന്നാണ് സതീശൻ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. BJP-ക്കെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാളയുമായി തന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തിയവരെ കൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറുടെ വീട്ടിലേക്ക് താൻ പ്രതിഷേധം നടത്തിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJP-ക്കാരോട് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നലെ കന്റോൺമെന്റ് ഹൗസിലേക്ക് പ്രകടനം നടത്തിയ കാളയെ കളയരുത്. പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് കെട്ടിയിടണം. അടുത്ത ദിവസങ്ങളിൽ ആവശ്യം വരും. ആ കാളയുമായി രാജീവ് ചന്ദ്രശേഖറിന്റെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്തേണ്ട സ്ഥിതി പെട്ടെന്നുണ്ടാകും. കാര്യം ഇപ്പോൾ പറയുന്നില്ല. ആ കാളയെ ഉപേക്ഷിക്കരുത്. കാത്തിരുന്നോളൂ എന്നാണ് സതീശൻ പറഞ്ഞത്. CPM നടത്തുന്ന പ്രതിഷേധം എന്തിനു വേണ്ടിയാണെന്നറിയാം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരായ ആരോപണത്തിൽ മറുപടിയില്ല. കേരളത്തിലെ CPM നേതാക്കന്മാർക്ക് രാജേഷ് കൃഷ്ണ ഹവാലപ്പണം കൊടുത്തിരുന്നുവെന്ന ആരോപണം ഉയർന്നു. അത് ചർച്ച ചെയ്തില്ല, മറച്ചുവെച്ചു. രാഹുലിനെതിരെ കോൺഗ്രസ് സംഘടനാപരമായ നടപടി സ്വീകരിച്ചു. ലൈംഗിക ആരോപണ കേസിൽ പ്രതികളായ മന്ത്രിമാരെ ആദ്യം പുറത്താക്ക്. ബലാത്സംഗ കേസ് പ്രതി അവിടെ ഇരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ അങ്ങോട്ട് ലൈംഗികാരോപണ കേസിൽ പ്രതികളുണ്ടെന്നും സതീശൻ പറഞ്ഞു. ആരനാട്ടെ പഞ്ചായത്ത് അംഗത്തിന്റെ ആത്മഹത്യ CPM പൊതുയോഗത്തിന് പിന്നാലെയാണെന്നും സാമ്പത്തിക ബാധ്യതയുള്ളവരെ ഭീഷണിപ്പെടുത്തുന്ന പാർട്ടിയായി CPM മാറിയെന്നും വി ഡി സതീശൻ ആരോപിച്ചു. വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പള്ളി റിയൽ ഓണം. പിട്ടാപ്പള്ളി ഏജൻസീസ്.